പത്തരമാറ്റിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആദ്യം കാണിക്കുന്നത് അനന്തപുരിയാണ്. രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ആദർശും നയനയും കിടന്നിട്ടുണ്ട്. പക്ഷെ നയനക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എന്തോ ആലോചിച്ച് മുഖത്ത് നല്ല സന്തോഷത്തിലാണ്. എന്നിട്ട് ആദർശിനെ ശല്യപ്പെടുത്താതെ മെല്ലെ എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് പുറത്തു പോകാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ നയന പറയുന്നുണ്ട്, അത് ആദർശേട്ടാ, എൻ്റെ മനസ്സിൽ നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ കടലാസിൽ പകർത്തിയില്ലെങ്കിൽ പിന്നെ അത് കിട്ടണമെന്നില്ല. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, നീ പകൽ മുഴുവൻ ഇത് ചെയ്യുന്നതല്ലേ, പിന്നെ എന്തിനാ രാത്രി ഇങ്ങനെ ഉറക്കം കളയുന്നത്? പിന്നെ നീ എപ്പോഴാ ഉറങ്ങുക? ഒരു കാര്യം നാളെ നീ ലീവ് എടുത്തോളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് ലീവ് ഒന്നും വേണ്ട. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ കൂട്ടിയിരിക്കണോ? അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ഉറങ്ങിയില്ലെങ്കിൽ ആദർശേട്ടന് അത് ക്ഷീണമാകും. ആദർശേട്ടൻ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് നയന താഴെ ഹാളിൽ പോയിട്ട് ഡിസൈൻ വരക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയുടെ മുറിയാണ്. ദേവയാനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അതുകൊണ്ട് ജയൻ അറിയാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് നയന ഡിസൈൻ വരക്കുന്നത് കാണുന്നത്. നയനയുടെ അടുത്തേക്ക് വന്ന് ചുമലിൽ കൈവെക്കുന്നുണ്ട്. അപ്പോൾ നയന പെട്ടെന്ന് നോക്കുമ്പോൾ അമ്മ മുൻപിൽ. നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ, അമ്മ ഉറങ്ങിയില്ലേ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വന്നില്ല മോളെ. അങ്ങനെ ഉറങ്ങാതിരുന്നത് കൊണ്ട് ഈ കാഴ്ച കണ്ടില്ലേ. മോൾ എന്തിനാ ഉറങ്ങാതെ ജോലി ചെയ്യുന്നത്? അത് പിന്നെ അമ്മേ, പെട്ടെന്ന് ഒരു ഐഡിയ വന്ന് അത് കടലാസിൽ പകർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നിനക്കൊരു കോഫി എടുക്കാം. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട, അമ്മ പോയി ഉറങ്ങിക്കോളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ സമയം എത്രയായി എന്ന വിചാരം 1 മണി ആകാറായി. നല്ലൊരു ഉണർവ് കിട്ടണമെങ്കിൽ ഒരു കോഫി കുടിക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞ് ദേവയാനി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാ അങ്ങോട്ടേക്ക് ഉറക്കമില്ലാതെ അനാമികയും വരുന്നു. നയനയെ കണ്ടത് സ്വസ്ഥമായിട്ട് ഹാളിൽ വന്നിരിക്കാമെന്ന് കരുതിയതാ. അപ്പോഴിതാ ഒരുത്തി ഇവിടുന്ന് കുത്തി വരയ്ക്കുന്നു. അവൾ നല്ല ഡിസൈനർ ആണെന്ന് ഏതോ ഒരു വിവരദോഷികൾ ആരോ പറഞ്ഞതുകൊണ്ട് ഇനി വരിയും കുറിയും കുറച്ച് അധികമായിരിക്കും. അപ്പോൾ ദേവയാനി കോഫിയുമായിട്ട് വരുന്നുണ്ട്. അനാമികയെ കണ്ടത് മറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ അനാമിക നയനയുടെ അടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അപ്പോൾ നയന പറയുന്നുണ്ട്, ഓ നീയോ, നിനക്ക് ഉറക്കമില്ലാത്തത് കൊണ്ടാണ് നീ എന്നെ കണ്ടത്. സ്വസ്ഥമായിട്ട് ഇരിക്കാനാണ് ഇവിടെ വന്നത്. അപ്പോൾ എൻ്റെ മുറിയിലുള്ളവനേക്കാൾ സമാധാനം കളയുന്നവളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, നിൻ്റെ സമാധാനത്തിന് വേണ്ടി ഈ വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം നാട് വിട്ടു പോകണോ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നീയൊക്കെ കാരണം മറ്റുള്ളവർ ഈ വീട് വിട്ടു പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് എൻ്റെ കുഴപ്പമല്ല, എന്തായാലും വല്ലാത്തൊരു വീട് തന്നെ, എങ്ങനെയോ വഴിതെറ്റി വന്ന് പെട്ടുപോയി എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരാൻ വലിയ താല്പര്യമായിരുന്നല്ലോ നിനക്ക്? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആരും വന്നിട്ടില്ല. വളഞ്ഞ വഴിയിലൂടെ ഈ വീട്ടിൽ കയറിപ്പറ്റിയത് നിങ്ങൾ 2 പേരുമല്ലേ. അതുകൊണ്ട് സ്വന്തം അമ്മയ്ക്ക് പോലും കണ്ണെടുത്താൽ നിന്നെ കണ്ടുകൂടല്ലോ. എൻ്റെ അമ്മയെ നോക്ക്, എന്നെ കൈവെള്ളയിലാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ സ്നേഹിച്ചാൽ മാത്രം പോരാ, ആദ്യം സ്നേഹിക്കേണ്ടത് ഭർത്താവാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവനെന്നെ സ്നേഹിക്കാൻ സമ്മതിക്കില്ലല്ലോ നിൻ്റെ അനുജത്തി, അതുകൊണ്ട് തന്നെ അവൾ ചിക്കൻ ബോക്സ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നയനക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഒരാപത്ത് വരുമ്പോൾ അത് ഉയർത്തിക്കാട്ടി അവരെ കൊച്ചാക്കുന്നത് നല്ലതല്ല, നല്ല സ്വഭാവമൊന്നുമല്ല. രോഗവും അപകടവും ഒക്കെ ആർക്ക് വേണമെങ്കിലും വരും, അത് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, മനസ്സ് ശരിയില്ലാത്തവർക്ക് കൂടെ രോഗം വന്നെന്നിരിക്കും. അത് നിന്നെപ്പോലെ വികലമായി ചിന്തിക്കുന്നവരുടെ കാഴ്ചപ്പാടാണ് എന്ന് പറയുന്നുണ്ട് നയന. അപ്പോൾ അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ നോക്കിക്കോ, അവൾ ഒരു കാലത്ത് SI ആകാൻ പോകുന്നില്ല. മനുഷ്യരെ കൊല്ലാനായിട്ട് കുറേ എണ്ണം ഉറക്കം കളഞ്ഞ് നടന്നോളൂ എന്നും പറഞ്ഞ് അനാമിക അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. അവൾ പോയതും അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. അവൾ പറഞ്ഞതൊക്കെ അമ്മ കേട്ടിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നയന. കേട്ട്, മോളിത് കുടിക്കുക എന്ന് പറയുന്നുണ്ട് ദേവയാനി. പിന്നെ കാണിക്കുന്നത് അനിയുടെ മുറിയാണ്. അനിക്ക് ഉറക്കമൊന്നുമില്ല. അനിയാണെങ്കിൽ നന്ദുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനാമിക വരുന്നത് കണ്ട് അപ്പോൾ ഫോൺ മാറ്റുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, മാറ്റുകയൊന്നും വേണ്ട, അവളെയായിരിക്കും നീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നീ ഇതെങ്ങോട്ടാണ് പോയത്? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ, ഞാൻ ഈ വീട് വിട്ടുപോയാൽ നിനക്ക് അത്രയും സന്തോഷമല്ലേ. നിൻ്റെ അടുത്ത് കിടന്ന് എനിക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് താഴേക്ക് പോയതാ. അപ്പോൾ അവിടെ ഒരുത്തി കുത്തിയിരുന്ന് വരയ്ക്കുന്നുണ്ട്. അവൾ വലിയ ഡിസൈനറാണല്ലോ. അങ്ങനെ അവർ പലതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ തർക്കിക്കുന്നുണ്ട്. ഒടുവിൽ അനി പറയുന്നുണ്ട്, സത്യം പറയാലോ, കല്യാണം കഴിച്ചത് ഉറക്കം നഷ്ടപ്പെടുത്താനാണോ എന്നാണ്
എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അനാമികയും പറയുന്നുണ്ട്, എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാ. പിന്നെ ഈ വീട്ടിലുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മുറിയിൽ തന്നെ കിടക്കുന്നത്, അല്ലെങ്കിൽ എന്നെ ഞാൻ മുറി മാറിക്കിടന്നേനെ എന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അനി ചിന്തിക്കുന്നുണ്ട്, ഇനി എത്ര നാൾ ഈ വിഴുപ്പ് ചുമക്കേണ്ടി വരുമെന്നറിയില്ല എന്നിങ്ങനെ ചിന്തിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനിയെയും ദേവയാനിയെയുമാണ്. ദേവയാനി പറയുന്നുണ്ട്, അവളുടെ ഏട്ടത്തിയല്ലേ നീ, എന്നിട്ട് അവളൊരു റെസ്പെക്റ്റും ഇല്ലാതെയാണല്ലോ നിന്നോട് പെരുമാറുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നോട് റെസ്പെക്റ്റ് ഒന്നും വേണ്ടമ്മേ, അവളും അനിയും സ്നേഹിച്ചാൽ മതി. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്കും അതുതന്നെയാണ് മോളെ പറയാനുള്ളത്. നന്ദുവിൻ്റെ പേരും പറഞ്ഞ് അവൾ അനിയെ വെറുക്കുന്നത് മണ്ടത്തരമാണെന്നേ ഞാൻ പറയൂ. അനിയും ആദർശിനെ പോലെ തന്നെ ശുദ്ധനാണ്, നല്ലവനാണ്. എന്നാൽ ഈ കല്യാണത്തിന് ശേഷം അവൻ്റെ മുഖം തെളിഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ഏതു നേരവും വേദനയോടെയാണ് അവൻ നടക്കുന്നത്. അതിനൊരു മാറ്റം വരണം മോളെ. ഒരു കാരണവശാലും അനിയും അനാമികയും തമ്മിൽ ബന്ധം പിരിയാൻ പാടില്ല മോളെ. അതിന് മോളുടെ അനിയത്തി ഒരു കാരണമാകാനും പാടില്ല. അപ്പോൾ നയന പറയുന്നുണ്ട്, അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അനാമികയെ തിരുത്തേണ്ടത് അനിയ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാനും അനിയോട് സ്നേഹത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവൻ എത്രത്തോളം അത് ഉൾക്കൊള്ളുമെന്നറിയില്ല. എല്ലാം ശരിയാകുമെന്ന് വിശ്വസിക്കാം. എന്നിട്ട് ദേവയാനി നയന വരച്ച ഡിസൈനൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് ദേവയാനിക്ക് എനിക്ക്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, നാളെ ഉച്ച കഴിഞ്ഞ് മോൾക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുമോ? അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ചെറിയൊരു പർച്ചേസ് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ ഞാൻ ഉച്ച കഴിഞ്ഞ് ആദർശേട്ടനോട് പറഞ്ഞ് ലീവ് എടുത്തുകൊള്ളാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ കാറുമായിട്ട് പുറത്തു നിൽക്കാം. പിന്നെ അമ്മയും മരുമകളും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരു പാട്ട് സീനാണ്. അതിൽ അമ്മയും മരുമകളും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കാണിക്കുന്നത്. ശരിക്കും ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു ആത്മബന്ധം പോലെ അങ്ങനെയാണ് പാട്ടിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഇതൊക്കെ ഓരോന്ന് ഓർത്ത് വളരെ സന്തോഷവതിയായി നയന ഇങ്ങനെ കിടക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ നയന കുളിയൊക്കെ കഴിഞ്ഞ് തല തുടയ്ക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്? നമ്മുടെ ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇങ്ങനെ തോർത്തിക്കഴിഞ്ഞാൽ തലയിൽ വെള്ളം നിൽക്കില്ലേ, ഇങ്ങുതാ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വാങ്ങി തോർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നയന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മയുടെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ എൻ്റെ കാര്യമല്ല. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അമ്മയാണ്, അമ്മ മോള് ചെറുപ്പമാണ്, അതുകൊണ്ട് മോളുടെ കാര്യങ്ങൾ ഞാൻ നോക്കണം എന്നും പറഞ്ഞ് തോർത്തി കൊടുക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന മുത്തശ്ശി ഇത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയെ കണ്ടത് അമ്മയും മരുമകളും അടവ് മാറ്റുന്നുണ്ട്. എന്നിട്ട് നയനയെ കുറേ ദേഷ്യപ്പെട്ട് ദേവയാനി അവിടുന്ന് പോകുന്നുണ്ട്. മുത്തശ്ശി നയനയോട് പറയുന്നുണ്ട്, അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ മോളോട് ഭയങ്കര സ്നേഹമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.